നമസ്കാരം. SSLC മലയാളം എക്സാമാണ് നാളെ. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് നാളെ നടക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാമിന് നാളെ തുടക്കാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC പരമായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് എടുത്തു നോക്കിയറിയാം. വളരെ പ്രധാനപ്പെട്ട ചില PDF-കൾ, നോട്ട്സുകൾ എല്ലാം തന്നെ നമ്മൾ ഈ ചാനലിലൂടെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നമ്മൾ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ നടക്കാം. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ SSLCയുടെ മലയാളം പരീക്ഷയാണ്. മലയാളം പരീക്ഷയിൽ പൊതുവെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാർത്ഥികൾ പരാതി പറയാറുള്ളത് സമയം കിട്ടിയില്ല, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതൽ സമയം അത് ചിന്തിക്കാനും അല്ലെങ്കിൽ അതിന് ഉത്തരം എഴുതാനും കൂടുതൽ സമയം കൊടുക്കും. നമ്മളിപ്പോൾ 2 മാർക്കിൻ്റെ ആണെങ്കിൽ പോലും അത് വാരി വലിച്ചെഴുതുന്ന ഒരു സ്ഥിതി പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. ചോദ്യങ്ങൾക്ക് മാത്രം എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക. ഇനി വലിയ മാർക്കിൻ്റെ കൂടിയ മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ കൃത്യമായൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോൾ നിർത്തുക. അടുത്ത 15 മിനിറ്റ് 2 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ വേണ്ടി അങ്ങനെ കറക്റ്റായിട്ടൊരു പ്ലാൻ നമ്മുടെ എക്സാമിന് എന്ത് ചെയ്യാം, ഒരു തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നാളത്തെ മലയാളം പരീക്ഷയ്ക്ക് പോകാൻ നിങ്ങളെ ഏറെ സഹായിക്കുന്നതായിരിക്കും. മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ PDF മുഴുവൻ ചാപ്റ്ററിൻ്റെ സമ്മറി ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് പോവുക. സമ്മറി പഠിക്കാൻ മസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, തുടക്കവും അവസാനവും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എഴുതുക. ആരാണോ ആ കൃതി എഴുതിയത് അല്ലെങ്കിൽ ആരാണോ ആ കവിത എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മാർക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് മലയാളം പരീക്ഷ ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് ഏതൊക്കെ പരീക്ഷ ഉണ്ടോ ആ പരീക്ഷയുടെ എല്ലാം നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി പ്ലാൻ എല്ലാം തന്നെ നമ്മുടെ ചാനലിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാകും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടും ഇനി വരുന്ന പരീക്ഷയും തകർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എക്സാം എഴുതാം. ഓക്കെ, ഇതുപോലുള്ള സ്റ്റഡി ടിപ്സ്, പ്ലാൻ എല്ലാം തന്നെ ഈ ചാനലിൽ ഇനി അങ്ങോട്ടും ഉണ്ടാകും, ത്രൂ ഔട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.